ഓം നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹരി ഓം. ഹര ഹർ മഹാദേവ. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ശരണമയ്യപ്പ. എല്ലാവർക്കും സ്നേഹാശംസകളെ. നൂറായിരം കോടിക്കോടി സുപ്രഭാത വന്ദനം. നമ്മുടെയൊക്കെ ജീവിതം ഒരു ദിശാബോധമില്ലാത്ത കാലഘട്ടത്തിലൂടെ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ശശ്വന്നശ്വര വിശ്വമേവമഖിലം നിശ്ചിത്യ വാചാ ഗുരു എന്ന് ശ്രീശങ്കര ഭഗവത്പാദർ പഠിപ്പിച്ച പോലെ ഇവിടെ ഒന്നും ശാശ്വതമല്ല, ഇവിടെ എല്ലാം നശ്വരമാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പിന്നെ അനശ്വരതയിലേക്ക് തിരിച്ചുവിടണം. അപ്പോൾ അനശ്വരതയിൽ നിന്നും നമുക്ക് മുത്തുകളും പവിഴങ്ങളും നേടി ജീവിതം സാർത്ഥകമാക്കാം. ജീവിതം സാർത്ഥകമാക്കാം അനശ്വരതയിലൂടെ. ഇത് പറയുന്നത് മറ്റാരുമല്ല, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാദ്യാരുടെ മകനാണ് പറയുന്നത്. എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ആ പേരുകൾ. അപ്പോൾ ഇദ്ദേഹം ഈ വന്ദേ ഗുരുപരമ്പരയും ഏവം പരമ്പരാപ്രാപ്തം, ഗുരുപരമ്പരയിലൂടെ പഠിച്ച ഈ ശാസ്ത്രങ്ങൾ. എന്തിനാണ് ഈ ശാസ്ത്രങ്ങൾ? ഇപ്പോൾ ഇവിടെ ഈ നിമിഷം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. നമ്മുടെ മക്കളെയും നമ്മുടെ കൊച്ചുമക്കളെയും വരും തലമുറയെയും നമ്മുടെ സുഹൃത്തുക്കളെയും ഈ ധർമാചരണം അറിയിക്കാനാണ്. ഇപ്പോഴെന്താണ് നമ്മുടെയൊക്കെ കുടുംബത്തിലെ അവസ്ഥ? ശരണമയ്യപ്പ. ഇപ്പോഴെന്താണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത കുട്ടികൾ? എവിടെ താല്പര്യമുണ്ടാവാനാണ്? ഒരു തരം മൊബൈൽ മാനിയ, മൊബൈൽ അഡിക്ഷനാണ്. അച്ഛനൊരു സ്ഥലത്ത് മൊബൈലുമായിട്ടിരിക്കും, അമ്മയൊരു സ്ഥലത്ത് മൊബൈലുമായിട്ടിരിക്കും. മക്കൾ ഓരോ വ്യക്തികളും കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞിരുന്ന് ഓരോ മൊബൈലുമായിട്ട് ഇരിക്കും. സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടമാണ്. ദശാവതാരം നമുക്കെല്ലാവർക്കും അറിയാം. 11ാമത് അവതരിച്ചിരിക്കുകയാണ് ഭഗവാൻ മൊബൈൽ എന്ന രൂപത്തിൽ. അപ്പോൾ ശോകമൂകമായ ഒരു മരിച്ച വീട് പോലെ, ഒരു അവാർഡ് പടം പോലെയാണ് നമ്മുടെ കുടുംബാന്തരീക്ഷം. എല്ലാത്തിനും ഒരു നെഗറ്റിവിറ്റി. മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് അവനവൻ്റെ കുടുംബത്തിലെ ഒരു ദുഃഖ വിസ്ഫോടനമാണ്. അതിവർഷം എന്നൊക്കെ പറയുന്നത് പോലെ നെഗറ്റീവ് വർഷമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ കാണുന്നത് നെഗറ്റീവ്, തോടുന്നത് നെഗറ്റീവ്, പാസ് ചെയ്യുന്നത് നെഗറ്റീവ്, ഷെയർ ചെയ്യുന്നത് നെഗറ്റീവ്. ഒരു നിരാശാപൂരിതമായ ജീവിതമാണ് ആധുനിക മനുഷ്യൻ്റേത്. കുടുംബം ബ്യൂട്ടി പാർലറായി മാറിയിരിക്കുകയാണ്. എന്താണ്? അച്ഛൻ ഡൈയടിക്കുക, അമ്മ ഡൈയടിക്കുക, മക്കൾ വെളുത്ത പെയിൻ്റ് അടിക്കുക, ന്യൂജൻ വെളുത്ത പെയിൻ്റ് അടിക്കുക. ഇപ്പം കുടുംബ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ആധുനിക മലയാളി സമൂഹത്തിൽ ഒരു മുടിവെട്ട് പ്രശ്നമാണ്. എന്താണ്? പെൺപിള്ളേരൊക്കെ അച്ഛനോടും അമ്മയോടും ചോദിക്കാതെ പോയിട്ട് മുടി വെട്ടിയിട്ട് വരുന്നു. ആൺപിള്ളേരാണെങ്കിൽ ഈ ജന്മത്തിലും മുടി വെട്ടുകയോ എണ്ണ തേക്കുകയോ കുളിക്കുകയോ ചെയ്യില്ല. പുതിയ ഉടുപ്പുകൾ വാങ്ങിച്ചിട്ട് ആൺപിള്ളേരും പെൺപിള്ളേരും അത് കീറിപ്പറിച്ചിട്ട് ഇടുന്നത്. അപ്പോൾ അസംതൃപ്തമായ യൗവനം,
അതിനവർ പറയുന്ന പേരാണ് അടിപൊളി. ഇതിന് പൂർണ്ണാവതാരം ഇവിടുത്തെ കൃഷ്ണൻ പറയുന്ന പേരാണ് വിഷാദരോഗം. ആധുനിക സൈക്കാട്രിസ്റ്റുമാരും സർവ്വ ഡോക്ടർമാരും പറയുന്ന പേരാണ് ഡിപ്രഷൻ. അപ്പം നെഗറ്റിവിറ്റി, ഇതാണ് ഡിപ്രഷന് കാരണം. അപ്പം ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും ഒരു പോസിറ്റിവിറ്റിയിലേക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് അടിമുടിയൊരു പരിവർത്തനം വേണ്ടേ? വേണം. എല്ലാവർക്കും അടിമുടിയൊരു പരിവർത്തനം വേണം. അപ്പോൾ നിരാശാപൂരിതമായ ജീവിതത്തിൽ നിന്നും പ്രത്യാശയിലേക്ക് ഒരു നല്ല ജീവിതം, ഒരു നല്ല പ്രൊഫഷണലുകളാകണം നമ്മുടെ മക്കളെ. അപ്പോൾ ഉണർവും, ശ്രദ്ധിക്കണം, ഉണർവും ഉത്സാഹവും ഉന്മേഷവും, അതുവഴി ഈ ഉണർവും ഉന്മേഷവും ഉത്സാഹവുമുള്ള ഒരു യുവത്വം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധിത ക്ഷുരസ്യധാര നിശിതദ്വരദ്വര ദുർഗംപദസ്തത് കവയോ വദന്തി. വേദങ്ങൾ പറയുന്നു ഉദ്ധരേതാത്മനാത്മാനം. എൻ്റെ പ്രിയ ന്യൂജനോട് പറയാനുള്ളത്, യുവത്വത്തോട് പറയാനുള്ളത്, കുട്ടികളോട് പറയാനുള്ളത് ഉത്തിഷ്ഠത ജാഗ്രത, ഉയർത്തെഴുന്നേൽക്കൂ. ഭഗവത്ഗീതയിൽ ഭഗവാൻ തസ്മാത്ത ഉത്തിഷ്ഠ യശോലഭസ്വ ജിത്വാൻ ശത്രുൻ ഭുക്ഷ രാജ്യം സമൃദ്ധം. നിങ്ങളിലുള്ള എല്ലാ ജിത്വ, ശത്രുതയെയും നെഗറ്റീവ് തോട്ടിനെയും ദുഃഖ ദുരിത ചിന്താഗതികളെയും ഈ നിരാശയെയും ഈ നെഗറ്റീവ് തോട്ടുകളെയും അതിവർത്തിച്ച് സമൃദ്ധി 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 സ്വപ്നം കാണാത്ത ആരുമില്ല. ജീവിതത്തിൻ്റെ സമൃദ്ധി നേടാനാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറയുന്നത്. അപ്പോൾ ജീവിതം സമർത്ഥമായി മാറാൻ പ്രേമസ്വരൂപനായ വിശ്വസ്നേഹമായ ഭഗവാൻ, സച്ചിദാനന്ദ സ്വരൂപമായ കൃഷ്ണൻ്റെ സ്നേഹത്തെ നാം നെഞ്ചോട് ചേർക്കണം. ആ കൃഷ്ണൻ്റെ പ്രേമത്തിൽ നമ്മുടെ ഹൃദയം അലിഞ്ഞ് ആ പ്രേമമായി മാറണം. എങ്ങനെയാണോ സമുദ്രത്തിൻ്റെ അടിത്തട്ട് അന്വേഷിച്ച് ഉപ്പുകല്ലുകൾ ഇറങ്ങി സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത്, ഇതുപോലെ ഭഗവാന്റെ സ്നേഹത്തിൽ നാം ലയിക്കണം. ഈ രീതിയിൽ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. കാരണം AI യുഗത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണ്. സോഷ്യൽ എൻജിനീയറിങ് അവനവൻ്റെ ഹൃദയത്തിലാണ് വരേണ്ടത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സമൂഹത്തിൽ എവിടെയും അത്യത്ഭുതകരമായ പുരോഗതിയാണ്. ഇവയ്ക്കൊപ്പം നാമും ഉയരണം. നമ്മളെ മക്കളും വരും തലമുറയും ഉയരണം. ഒപ്പം തളരാത്ത ഒരു വ്യക്തിയിൽ നിന്നും വ്യക്തിത്വത്തിലേക്ക് അവർ ഉയരണം. അപ്പോൾ അതിനെന്ത് വേണം? എല്ലാവരും ഇത് പഠിക്കണം. ഒരു ചെറിയ വിഷമം വരുമ്പോൾ, ജീവിതത്തിൽ ഡിപ്രഷൻ വരുമ്പോൾ, എവിടെന്നെങ്കിലും നമ്മുടെ ജീവിതത്തിന് പ്രതികൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളിത് ചൊല്ലണം. അതിന് പ്രേമസ്വരൂപനായ കൃഷ്ണൻ നമ്മളോട് സ്നേഹസ്വരൂപമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? 18-ാം അധ്യായത്തിൽ 64-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, സർവഗുഹ്യതമം ഭൂയാ ശൃണു മേ പരമം വച. സർവഗുഹ്യതമം ഭൂയാ ശൃണു മേ വചനം പരമം വച. ഇഷ്ടോസി മേ ദൃഢമിധി തതോ വക്ഷ്യാമി തേ ഹിതം. ഞാൻ നിനക്ക് വളരെ ഇഷ്ടമുള്ള രീതിയിൽ, നിൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ഞാൻ നിനക്ക് ചില സ്നേഹവചനങ്ങൾ ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്തു ശ്രീകൃഷ്ണ അർജുന സംവാദമായി നമുക്ക് ഷെയർ ചെയ്യാം. നമ്മളെ മക്കളോട് ഇങ്ങനെ പറയണം, ഭഗവത്ഗീത
സ്നേഹവചനമാണ്, ഷുഗർ കോട്ടഡ് വേർഡാണ്. അത് പറഞ്ഞു കൊടുക്കണം ഈ രീതിയിൽ. എന്താണ്? ഇഷ്ടോസിമേ ദൃഢമതി തതോ വക്ഷ്യാമി തേ ഹിതം സർവഗുഹ്യതമം ഭൂയ. അപ്പം ഇതെന്താണ്? സർവഗുഹ്യതമം ഭൂയ. എവർഗ്രീനാണ്, എവർഗ്രീനാണ്, എവർ ലാസ്റ്റിംഗ് ആണ്. എന്താണിത്? ദി സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ഓഫ് ലൈഫ്, ദി സീക്രട്ട് ഓഫ് ഹാപ്പി ലൈഫ്. ആനന്ദപ്രദമായ സന്തോഷപ്രദമായ ജീവിത രഹസ്യമാണ്. അപ്പോൾ ജീവിത സുഗന്ധമാണ്. അപ്പോൾ ഒരു ലൗലി ഷുഗർ കോട്ടഡാണ് ഈ ഭഗവത്ഗീത എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അപ്പം ശൃണുമേ പരമം വച. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജീവിത മധുര വേദാന്തമാണ്. അപ്പോൾ 4 പതിറ്റാണ്ട് കാലഘട്ടം വേദോപാസനയിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി, വേദാന്ത വിദ്യാർത്ഥിയായി ഇന്നും നാളെയും അന്ത്യനിമിഷം വരെ ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് എന്ത്? ശൃണുമേ പരമം വച. ജീവിത മധുരം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വീറ്റ് ലവ് ആൻഡ് ഷുഗർ കോട്ടഡ് വേർഡ്സ്. 700 ശ്ലോകാസ് ഇൻ ഭഗവത്ഗീത. അത് ഈ 700 ശ്ലോകങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും സയൻസ് ആൻഡ് ടെക്നോളജിക്കും ബുദ്ധിക്കും യുക്തിക്കും അൾട്രാ മോഡേൺ സയൻസിനും എല്ലാത്തിനും എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ശ്രുതി, യുക്തി ആൻഡ് അനുഭൂതി, വേദങ്ങൾ യുക്തിയുക്തം അനുഭവിച്ച് ആസ്വദിക്കണം. അപ്പോൾ ഏത് മാർക്സിസ്റ്റുകാരനും ഇത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം, ഏത് കോൺഗ്രസ്സുകാരനും ഇത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ ഏത് ഡോക്ടർമാർക്കും, ഏത് എൻജിനീയർമാർക്കും, ഏത് അഡ്വക്കേറ്റുമാർക്കും, ആർക്കാവും, എല്ലാവർക്കും ഇത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഏത്? പരമം വച. ശ്രീ ഭഗവാനുവാച. സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നതാണിത്. എന്ത്? 100% കൃഷ്ണന്റെ ഗ്യാരണ്ടിയാണ്. എന്ത്? ഇഷ്ടോസിമേ ദൃഢമിതി, ദൃഢമിതി ഇഷ്ടോസിമേ. അതായത് കുഞ്ഞുങ്ങൾക്ക് ആ വെണ്ണയും ചോറും കുഴച്ച് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ് എനിക്കിത് ഓർമ്മ വരുന്നത്. ഏകദേശം ചോറൂണ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് എനിക്ക് ഓർമ്മ. ചോറൂണ് കഴിഞ്ഞിട്ട് വളരെ ചെറുപ്പത്തിൽ, നീ എൻ്റെ കണ്ണല്ലേ, നീ എൻ്റെ കരളല്ലേ, നീ എൻ്റെ മുത്തല്ലേ, നീ എൻ്റെ ജീവൻ്റെ ജീവനല്ലേ എന്ന് എൻ്റെ അമ്മിഞ്ഞപ്പാലിനൊപ്പം എൻ്റെ അമ്മ പറഞ്ഞതുപോലെയാണ് കൃഷ്ണൻ ഇത് പറയുന്നത്. എന്ത്? ഇഷ്ടോസിമേ ദൃഢമിതി. ആ ഒരു അച്ഛൻ്റെ കരുതലും അച്ഛൻ്റെ വാത്സല്യവും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും ചോദിക്കുന്നേ, നിനക്കെന്താടാ വേണ്ടത് കണ്ണാ? ആ ചോദ്യമാണ് ഭഗവാൻ നമ്മോട് ചോദിക്കുന്നത്. ഇഷ്ടോസിമേ ദൃഢമതി. എനിക്ക് നിന്നെ പ്രിയപ്പെട്ടതാണ്. അത് ഉറച്ച ബന്ധമാണ്. കാരണം ഈ ശരീരവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധമാണിത്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അദ്വൈതമാണിത്. ഇതാണ്. അപ്പോൾ അച്ഛൻ്റെ ജീവൻ്റെ ജീവനല്ലേ പൊന്നെ? സത്യമായും നീ ചേച്ചിയുടെ ഓമന മുത്തല്ലേടാ. എൻ്റെ ചേച്ചി എന്നോട് പറയും, ഞാൻ അയ്യപ്പസ്വാമിയെ ഭജിച്ചിട്ടാണ് എനിക്കൊരു അനുജനെ ഓടി വരും കണ്ണുകളെ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ല. ഞാൻ ആ പാട്ട് പാടിയിട്ടാടാ നീ ഉണ്ടായിരുന്നു പറയും. അപ്പോൾ സത്യമായും നീ ചേച്ചിയുടെ പൊന്നോമന മകനല്ലേടാ. അപ്പോൾ ആ ഭഗവത് സ്നേഹം ഈ രീതിയിൽ അനുഭവിച്ചറിയാൻ
ഹൈന്ദവ ജനതയായ നിങ്ങൾക്കും എനിക്കും സാധിക്കും. കാരണം ഈശ്വരോ ഗുരുരാത്മേതി, ഈശ്വരനും ഗുരുവും ആത്മാവും അന്തരാത്മാവും ജീവിതവും ഭഗവാനും ഭഗവത്ഗീതയും ഭഗവാന്റെ വചനങ്ങളും വ്യാസഭഗവാനും നീയും ഞാനും ഞാനും നിങ്ങളും എല്ലാം ഒന്നാണ് എന്നുള്ള അദ്വൈത ഭാവമാണ്. അപ്പോൾ ആ പരമാത്മ സ്നേഹം ഈ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത്. അപ്പോൾ കൃഷ്ണൻ്റെ ജീവിതം, കൃഷ്ണൻ്റെ സ്നേഹം, ഗുരുവായൂരപ്പനെ സ്നേഹമസൃണിതമായിൽ ഭാര്യയുടെ രീതിയിലുള്ള ജീവിതം സ്നേഹമായിട്ട് അനുഭവിക്കണം. ഭർത്താവിൻ്റെ സ്നേഹമാണ് ഗുരുവായൂരപ്പൻ്റെ സ്നേഹം. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമാണ് കൃഷ്ണൻ്റെ സ്നേഹം. മക്കളുടെ സ്നേഹമാണ് കൃഷ്ണൻ്റെ സ്നേഹം. നമ്മുടെ ഓരോ സുഹൃത്ബന്ധത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്നേഹവും നമ്മളത് തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും തിരിച്ചു കൊടുക്കുന്ന സ്നേഹമാണ് കൃഷ്ണൻ്റെ സ്നേഹം. ഇതുകൊണ്ട് 100% കൃഷ്ണൻ പറയുന്നു, ബീജം മാം സർവഭൂതാനി, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും ബീജം സ്നേഹസ്വരൂപമായ ഞാനാണെന്ന് കൃഷ്ണൻ ഇതിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം, തതോ വക്ഷ്യാമി തേ ഹിതം, നിന്റെ നന്മയ്ക്ക് വേണ്ടി. ആദ്യം ഒരു ചോദ്യമുണ്ട്. ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നാം. ഹേ കൃഷ്ണ, നീ എന്നെ ശാസിക്കൂ, നീ എന്നെ ശിഷ്യനായി അംഗീകരിക്കൂ, നീ ഗുരുവായി എന്നെ സ്വീകരിക്കൂ എന്നുള്ള പറയുന്നുണ്ട്. അതിൻ്റെ മറുപടിയാണ് അത് 2-ാമത്തെ അധ്യായത്തിലാണ്. 18-ാം അധ്യായത്തിൽ 64-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, തതോ വക്ഷ്യാമി തേ ഹിതം, നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അതിൻ്റെ പേരാണ് ശ്രേയസ്. അല്ലാതെ പറയുന്നതാണ് പ്രേയസ്. പ്രേയസ് അപകടകരമാണ്, ശ്രേയസോ ഇന്നും നാളെയും മധുരമുള്ളതാണ്. തതോ വക്ഷ്യാമി തേ ഹിതം. ആ കൃഷ്ണൻ പ്രേമസ്വരൂപനായ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ നമ്മെ നെഞ്ചോട് ചേർത്തുകൊണ്ട്, ആ രാധയെ നെഞ്ചോട് ചേർക്കുന്നത് പോലെ, 16,008 ഭാര്യമാരെ നെഞ്ചോട് ചേർക്കുന്നത് പോലെ ഓരോ ഭക്തനെയും നെഞ്ചോട് ചേർത്തിട്ട് പറയും, തതോ വക്ഷ്യാമി തേ ഹിതം, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിനക്കിഷ്ടമുള്ള രീതിയിൽ ഞാനിതാ 700 ശ്ലോകങ്ങളിലായി ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം നിന്നോട് പറയുന്നു. എന്തിനാണ്? നിന്റെ ജീവിത നന്മയ്ക്കാണ്. നിന്റെ ജീവിത നന്മ നിന്റെ ഭർത്താവിൻ്റെ ജീവിത നന്മയാണ്, നിന്റെ ഭാര്യയുടെ ജീവിത നന്മയാണ്, നിന്റെ സമൂഹത്തിൻ്റെ ജീവിത നന്മയാണ്, നിന്റെ മക്കളുടെ ജീവിത നന്മയാണ്. അപ്പോൾ ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്ഥേഹം ശാധിമാം ത്വാം പ്രപന്നാം എന്ന 2-ാമത്തെ അധ്യായത്തിലെ ശ്ലോകത്തിൻ്റെ മറുപടിയാണ് ഭഗവാൻ 18-ാം അധ്യായത്തിൽ തീരാൻ പോകുമ്പോൾ 64 തീരാൻ പോകും നാളത്തെ അവധി കച്ചവടം എന്ന് പറയുന്നത് പോലെ പറയുകയാണ്. എന്താണ് ഭഗവാൻ പറയുന്നത്? സർവഗുഹ്യതമം ഭൂയ, എനിക്ക് നിന്നോട് രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാണ്ടത് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും. ഇതാണ് ഭഗവാന്റെ ട്രേഡ് സീക്രട്ടും. സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വച, സുപ്രീമാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഇനി എനിക്കൊന്നും പറയാനില്ല. എന്താണ്? പരമമാണ്, സുപ്രീമായിട്ട് ഞാൻ പറഞ്ഞു. ഇഷ്ടോസിമേ ദൃഢമതി, അന്ത്യനിമിഷം വരെയുള്ള ഒരു കോൺട്രാക്റ്റാണ് കൃഷ്ണനും നമ്മളും തമ്മിലുള്ള. ഏത്? ഇഷ്ടോസിമേ ദൃഢമിതി, ഉറച്ചതാണ്. തതോ വക്ഷ്യാമി തേ ഹിതം, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. പ്രേമസ്വരൂപൻ്റെ പരമപ്രേമം മക്കളെയും കൊച്ചുമക്കളെയും വരും തലമുറയെയും ഉയർത്താനാണിത്. രാധേശ്യാം 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 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? രാധയുടെ പ്രിയ പ്രേമഭാചനമായ അനശ്വരമായ നീലാകാശം പോലെയുള്ള കൃഷ്ണ. നമ്മൾ മലയാളത്തിൽ പറയും രാധാകൃഷ്ണൻ. കൃഷ്ണൻ്റെ മുന്നിലാണ് ഈ രാധ. ലോകത്തെവിടെയും കാണാൻ പറ്റാത്ത ദർശനമാണ്. കാരണം തൻ്റെ പ്രിയ സഖി, തൻ്റെ അന്തരാത്മാവിൻ്റെ കാമുകി, തൻ്റെ കൂട്ടുകാരി. എനിക്ക് 38 കാമുകിമാരുണ്ട്. എല്ലാം മൊബൈലിൽ ഫീഡ് ചെയ്ത് ദിവസേന അവരോട് കിന്നരിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ ജോലി. ഞാനിത് ആരോടെങ്കിലും പറയോ? ഇല്ല. എൻ്റെ ഭാര്യയോട് പറയില്ല. എൻ്റെ കൂട്ടുകാരോ, എൻ്റെ മക്കളോട് പറയും. എൻ്റെ കൂട്ടുകാരോട് ഓരോരുത്തരും നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇതൊന്നും നമ്മൾ ആരും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യില്ല. പക്ഷേ കൃഷ്ണൻ അതല്ല. ഇവിടെയാണ് പൂർണ്ണാവതാരമാകുന്ന കൃഷ്ണൻ. തൻ്റെ കാമുകിയുടെ പേര് മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തിനോട് പറയുകയാണ്,
ശുദ്ധമായ പ്രേമം. നകലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മ. ഈ രാധ എന്ന് പറയുന്നത് ആരാണ്? എന്താ അന്തരാത്മാവായി ദൃശ്യവിവേകമായി കുട്ടിക്കൊള്ളുന്ന ചൈതന്യമാണെന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹം അതാണ് ഈ ഭഗവത്ഗീതയിലെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ സ്നേഹം വാരി വലിച്ച് എറിയുകയും സ്നേഹം വാരി വലിച്ച് എറിഞ്ഞ് അതുപോലെ സ്വീകരിക്കുകയും ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന. തൻ്റെ അന്തരാത്മാവിനെ വിശ്വം ദർപ്പണ വിശ്വമാന നഗരി നിശ്ചിത്യ വാചാഗുരു. ശങ്കരാചാര്യർ പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ദർപ്പണത്തിൽ കാണുന്ന പോലെ ഉള്ളിൽ കാണുക. അതുപോലെ പ്രപഞ്ചത്തെ അവനവനെ സ്നേഹിക്കുന്നത് പോലെ ഈ സമൂഹത്തെ സ്നേഹിക്കുക, സമൂഹത്തിലെ സർവചരാചരങ്ങളിലെയും സ്നേഹിക്കുക. ഇത് പറയുന്നത് പൂർണ്ണാവതാരമായ കൃഷ്ണനാണ്. പ്രേമസ്വരൂപനായ ആ കൃഷ്ണനിൽ ആ കൃഷ്ണനോടുള്ള പ്രേമം അന്തരാത്മാവിനോടുള്ള അവനവനോടുള്ള പ്രേമമാക്കി മാറ്റി ആ കൃഷ്ണൻ എന്ന പ്രേമവും ഞാനെന്ന പ്രേമവും ലയിച്ചു ചേർന്ന് ഒന്നായി സച്ചിദാനന്ദ രൂപമായി സച്ചിദാനന്ദ സ്വരൂപമായി ആ സച്ചിദാനന്ദ സമുദ്രത്തിലെ തിരമാലകളായി മാറണം നമ്മുടെ ജീവിതം. ആ സച്ചിദാനന്ദ സമുദ്രമായി മാറണം നമ്മുടെ ജീവിതം. അങ്ങനെ പരമാനന്ദമായ ജീവിതം ഇന്നും നാളെയും മറ്റന്നാളും ഒരുപോലെ കൊണ്ടു നടക്കുകയും ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ മൃത്യുഭഗവാൻ യമഭഗവാൻ ഹായ് 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 വരൂ 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 ഏത് മരണത്തെപ്പോലും സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനുള്ള മനക്കരുത്തിലോട്ട് കൃഷ്ണൻ നമ്മളെ ഉയർത്തുകയാണ്. അങ്ങനെ സുഗന്ധം വമിക്കുന്നൊരു ജീവിതം വരുമ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഭർത്താവും ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയെയും സമൂഹം മുഴുവൻ മക്കൾ കൊച്ചുമക്കൾ സമൂഹത്തിലെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സുകൾ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി ഉയരും. എങ്ങനെ? ചുമ്മായല്ല, പിന്നെ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഈ ഭഗവത്ഗീത, എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച ഈ ഭഗവത്ഗീത, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നിങ്ങളെല്ലാവരും ഇത് പഠിക്കണം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ എഴുതുകയോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയകളിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മക്കളെയും കൊച്ചുമക്കൾക്ക് എല്ലാവരെയും ഇത് കാണിക്കണം. എന്തിനാണ്? ഇതുപോലുള്ള സുഗന്ധം പരത്തുന്ന ജീവിതമായി നിങ്ങൾക്കും മാറാം, നിങ്ങൾക്കും മാറാം, നിങ്ങൾക്കും ഉയരാം, നിങ്ങൾക്കും വളരാം. ഭഗവത്ഗീത പഠനത്തിലൂടെ നിങ്ങളിത് കേൾക്കുന്നത് ഈ ഭഗവത്ഗീതയുടെ മാഹാത്മ്യമാണ്. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ധർമ്മശാസ്ത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശരണമയ്യപ്പ.